മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ ഇഡി പരിശോധനയ്ക്ക് എത്തിയതിൽ സിപിഎം പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനിടെ ഇഡി റെയ്ഡ് വിശദീകരിച്ച് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന റെയ്ഡുകൾക്ക് പിന്നാലെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇഡി ഈ നിർണായക വിവരങ്ങൾ വ്യക്തമാക്കിയത്. കമ്പനിയിൽ നിന്ന് വ്യാജ ചെലവുകളുടെ മറവിൽ വകമാറ്റിയ ഫണ്ടിന്റെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാൾ വീണയാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി പരസ്യമാക്കി. CMRL കമ്പനിയിൽ നിന്ന് യാതൊരുവിധ സേവനങ്ങളും നൽകാതെ വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ കൈമാറിയിട്ടുണ്ടെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. കമ്പനിയുടെ നിയമപരമായ ചെലവുകൾ എന്ന വ്യാജേനയാണ് ഈ തുക വകമാറ്റിയത്. ഇത്തരത്തിൽ പണം കൈപ്പറ്റിയവരിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണയും ഉൾപ്പെടുന്നുവെന്നും പരിശോധനകളുടെയും അന്വേഷണത്തിന്റെയും പരിധിയിൽ മുൻ മുഖ്യമന്ത്രിയും മകളും കൃത്യമായി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇഡി വാർത്താക്കുറിപ്പ് പുറത്തുവിടുന്നതിന് മുന്നോടിയായി ഇന്ന് പുലർച്ചെ മുതൽ കേരളത്തിലും ബംഗളൂരുവിലുമായി 12ഓളം കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് ആരംഭിച്ചത്. അതേസമയം പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത് മുന്നറിയിപ്പില്ലാതെയായിരുന്നു. റെയ്ഡ് നടത്തുന്ന കാര്യം സംസ്ഥാന പോലീസിനെയോ മറ്റ് ഉദ്യോഗസ്ഥരെയോ അറിയിച്ചിരുന്നില്ല. കേരളത്തിലെ 10ഇടങ്ങളിലും ബംഗളൂരുവിലുമാണ് പരിശോധന. മാസപ്പടി കേസിലാണ് ഇഡിയുടെ വ്യാപക പരിശോധന. ഡൽഹിയിൽ ഇഡി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പരിശോധനയെന്നാണ് വിവരം. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, ബംഗളൂരു തുടങ്ങി 12 ഇടങ്ങളിൽ പരിശോധന തുടരുന്നു. പിണറായിയുടെ കണ്ണൂരിലെ സ്വന്തം വീട്ടിലും തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വാടകയ്ക്കെടുത്ത വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടൂളിയിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. റിയാസ് ഇവിടെ ഇല്ലെന്നാണ് സൂചന. കൂടാതെ കൊച്ചിയിലെ CMRL ഓഫീസ്, CMRL MD ശശിധരൻ കർത്തയുടെ വീട്, എക്സാലോജിക്കിന്റെ ബംഗളൂരുവിന്റെ ഓഫീസ് എന്നിവിടങ്ങളിലും റെയ്ഡ് തുടരുന്നു. രാവിലെ 6 മണിയോടെ തുടങ്ങിയ പരിശോധന 3 മണിക്കൂർ പിന്നിടുകയാണ്. പിണറായി വിജയൻ, വീണ വിജയൻ എന്നിവരിൽ നിന്ന് ഇഡി മൊഴിയെടുക്കുകയാണെന്നാണ് വിവരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ഇഡി തേടിയതായാണ് വിവരം. കേസിൽ അന്വേഷണത്തിന് തടസ്സമില്ലെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്, കണ്ണൂർ പിണറായി പാണ്ഡ്യാലമുക്കിലെ വസതി, മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട് എന്നിവിടങ്ങളിൽ കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷയിലാണ് പരിശോധന പുരോഗമിക്കുന്നത്.